അയ്യോ അരുതേ, ആ കുഞ്ഞിനെ അയാളുടെ കൂടെ വിടരുതേ. അയാൾ അവളെ കൊല്ലും. റോഡരികിലൂടെ നടന്നു നീങ്ങിയ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീ കരഞ്ഞു പറഞ്ഞു. എന്താ എന്താ നിങ്ങളീ പറയുന്നത്? അതെൻ്റെ ബ്രദറാണ്, എൻ്റെ മകളുടെ അങ്കിൾ. അവൻ അവളെന്ന് വെച്ചാൽ ജീവനാണ്. ഞാൻ ആ സ്ത്രീയുടെ കൈ തട്ടിമാറ്റി വേഗം നടന്ന് കാറിൽ കയറി. ജീവൻ ജീവൻ ജീവനാണ് പോലും, അവൻ അവളെ ജീവനാണ് പോലും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാർ മുന്നോട്ട് നീങ്ങുമ്പോഴും എൻ്റെ ചിന്ത മുഴുവൻ ആ സ്ത്രീ പറഞ്ഞതിനെ പറ്റിയായിരുന്നു. എന്നാലും എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത്? ഞാൻ കാറിൻ്റെ മുന്നിലേക്ക് നോക്കി. എൻ്റെ മകളും അനിയനും തമാശകൾ പറഞ്ഞ് ചിരിക്കുകയാണ്. അവൾ പറയുന്ന ഓരോന്നും നിമിഷ നേരം കൊണ്ട് വാങ്ങി നൽകുന്ന അവൻ എന്തിനവളെ? ഹേ, അവർക്ക് ഭ്രാന്താണ്. തെരുവിൽ ആരുമില്ലാതെ വീടും നാടും വീട്ടുകാരും നാട്ടുകാരും ഉപേക്ഷിച്ച ഭ്രാന്തി. എങ്ങനെയായിരിക്കും അവർക്ക് ഭ്രാന്ത് വന്നത്? തെരുവിൽ ആരെങ്കിലും വലിച്ചു കീറി മാനം നഷ്ടപ്പെട്ടപ്പോൾ? അതോ വീട്ടുകാർ വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ചപ്പോൾ? അല്ലെങ്കിൽ കയറിക്കിടന്ന കിടപ്പാടവും ഭൂമിയും നഷ്ടപ്പെട്ടപ്പോൾ? അതുമല്ലെങ്കിൽ താൻ ഒത്തിരി സ്നേഹിച്ച ആരെങ്കിലും അവളെ ഒറ്റയ്ക്കാക്കി ഇഹലോകം വിട്ട് പോയപ്പോൾ? ജേച്ചി, ദേ ആര്യ സിദ്ധി, ഇനി നമുക്ക് കഴിച്ചിട്ട് പോകാം. വീട്ടിൽ ചെല്ലുമ്പോൾ സമയം ഇരുട്ടാകും. കിരൺ പറഞ്ഞ പ്രകാരം ഞങ്ങൾ ആര്യാസിൽ കയറി. എനിക്ക് ചില്ലി പൊറോട്ട, മോൾക്കോടി. കിരൺ അവളോട് ചോദിച്ചു. എനിക്കൊരു നെയ്റോസ്റ്റ്. ചേച്ചിക്ക് എന്താ വേണ്ടേ? ഹലോ ചേച്ചി, ചേച്ചിക്ക് എന്താ വേണ്ടേ? ആ, എനിക്കൊരു മസാല ദോശ. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം ഞാൻ പറഞ്ഞു. മുന്നിൽ ഭക്ഷണം ഇരിക്കുമ്പോഴും എൻ്റെ കൈവിരൽ അതിലൂടെ ഓടിയെന്നല്ലാതെ ഒരു തരി ഭക്ഷണം പോലും വായിലേക്ക് വെച്ചില്ല. എൻ്റെ ചിന്ത മുഴുവൻ ആ സ്ത്രീയെപ്പറ്റിയായിരുന്നു. അവർ പറഞ്ഞ വാക്കുകളായിരുന്നു. ചേച്ചിക്ക് എന്തു പറ്റി, കഴിക്കുന്നില്ലേ? കിരൺ ചോദിച്ചു. ഇല്ലടാ, എനിക്ക് വിശക്കുന്നില്ല. ഇത് പാഴ്സൽ ചെയ്യാം, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. എൻ്റെ വാക്കുകൾ കേട്ട് അവനത് പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു. തിരിച്ചിറങ്ങുമ്പോൾ ഒത്തിരി ഇരുട്ടിയിരുന്നു. പോകുന്ന വഴികളിൽ ഞാൻ ആ സ്ത്രീയെ തിരഞ്ഞു. തെരുവിലെ ഒരു കടവരാന്തയിൽ അവർ കിടക്കുന്നതായി ഞാൻ കണ്ടു. അവരെ തന്നെ നോക്കി ഞാൻ മുന്നോട്ട് പോയി. വീട്ടിൽ ചെന്ന് കയറിയിട്ടും എൻ്റെ ചിന്തകൾക്ക് മാറ്റം ഉണ്ടായില്ല. പിറ്റേന്ന് ഞാൻ ആ വഴിയെ പോയെങ്കിലും അവരെ അവിടെ എങ്ങും കണ്ടില്ല. പക്ഷേ ഇന്നലെ അവർ കിടന്ന കടവരാന്തയ്ക്ക് മുൻപിൽ ഒരു പഴയ ചാക്ക് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുന്നതായി കണ്ടു. കുറേ ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. എന്നും അവരെ തിരയുമെങ്കിലും അവരുടെ നിഴൽ പോലും അവിടെ എങ്ങും കണ്ടില്ല. 1 മാസങ്ങൾ കഴിഞ്ഞു. കൊടും വേനൽ ചൂടിന് അറുതി വരുത്തി മഴ പെയ്തു തുടങ്ങിയ ജൂൺ മാസം. ആകാശത്ത് പൊട്ടിത്തെറിക്കുന്ന ഇടിമിന്നൽ പിണറുകൾ, നെഞ്ചിടിപ്പിൻ്റെ താളം വേഗത്തിലാകുന്ന മഴക്കാലം. എവിടെ നിന്നോ മഴയ്ക്ക് വേണ്ടി കൊതിയോടെ തേങ്ങുന്ന തവളക്കൂട്ടത്തിൻ്റെ ശബ്ദവും ഉയർന്നു കേൾക്കാം. സന്ധ്യ മയങ്ങി സൂര്യൻ കാർമേഘങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അന്ന് ഞാൻ ഒരു കാഴ്ച കണ്ടു. റോഡിൽ നിന്നും കുറേ മാറി കൂട്ടിയിട്ടിരിക്കുന്ന ചവറു കൂമ്പാരത്തിന് നടുവിൽ ആ സ്ത്രീ കിടക്കുന്നു. ഒരു കീറി പറഞ്ഞ് അഴുക്കുപുരണ്ട വസ്ത്രത്തിൽ. ഞാൻ ഓട്ടോയിൽ നിന്നും അവിടെ ഇറങ്ങി അവരുടെ അടുക്കലേക്ക് നടന്നു. ചവറു കൂമ്പാരത്തിന് നടുവിൽ ഉയർന്നു പൊങ്ങിയ ചിതൽപ്പുറ്റുകളിൽ തല ചായ്ച്ച് അവർ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയുകയാണ്. ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ കുറേ ആളുകൾ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. വേണ്ട മേഡം, അവർ ഉപദ്രവിക്കും, അങ്ങോട്ട് പോകണ്ട, ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ അവരുടെ അരികിലേക്ക് ചെന്നു. അയ്യോ, അമ്മയെ നുള്ളിപ്പറിക്കല്ലേടാ, അമ്മയ്ക്ക് നോവുന്നു. ആ ചിതൽപ്പുറ്റിൽ തല ചായ്ച്ച് അവർ പറഞ്ഞു. കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ തുടച്ച് അവർ ആ ചിതൽപ്പുറ്റിനെ ചുംബിച്ചു. ദേ, അമ്മ മോൾക്ക് എന്താ കൊണ്ടുവന്നതെന്നറിയാമോ? ദേ, ഈ പാവയെ കണ്ടോ? ഇവള് സുന്ദരിയല്ലേ, മോളെപ്പോലെ, നോക്കിയേ. പൊട്ടിക്കരയുന്ന അവരുടെ മുതുകിൽ എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ തലോടി. ആരാ നിങ്ങൾ? അവർ ദേഷ്യത്തിൽ എൻ്റെ ദേഹത്ത് പിടിച്ച് തള്ളി. ഞാൻ പുറകോട്ട് തെറിച്ചു മാറി. ഏതോ 2 കൈകൾ എൻ്റെ ദേഹത്തെ പുറകിൽ നിന്നും പിടിച്ചു. ഒരു ചെറുപ്പക്കാരൻ. നിറഞ്ഞു തുളുമ്പുന്ന അയാളുടെ കണ്ണുകൾ കണ്ട് ഞാൻ അയാളുടെ കൈകളിൽ പിടിച്ചു. ഇത് എൻ്റെ ഭാര്യയാണ്. പേര് സരിത. ഇല്ലായ്മയിലും വളരെ സന്തോഷം കണ്ടെത്തിയവരായിരുന്നു ഞങ്ങൾ. ഞങ്ങൾക്ക് സ്നേഹിക്കാനും താലോലിക്കാനും ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ മാളു. അയാൾ വർത്തമാനം നിർത്തി എന്നെ നോക്കി. ഇടറുന്ന അയാളുടെ വാക്കുകൾ കേട്ട് ഞാൻ തിരക്കി. ഇപ്പോൾ മകൾ? ഇല്ല, അവളിന്നില്ല. ഒരുപക്ഷേ വർഷങ്ങൾക്ക് മുന്നേ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും, ഒരു ബാലികയുടെ കൊലപാതകം. അയാൾ കരഞ്ഞുകൊണ്ട് തുടർന്നു. അക്ഷരം പഠിച്ചു തുടങ്ങും മുന്നേ, എന്താണ് സ്പർശനം എന്നറിയും മുമ്പേ, എന്താണ് വേദനയെന്ന് അറിയും മുന്നേ, നോവിച്ച് കാമത്തിൻ്റെ ചെകുത്താൻ കീറി പറിച്ചു കൊന്ന
എൻ്റെ മകളെപ്പറ്റി. അത് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു, നെഞ്ചു പിടഞ്ഞു. എന്തിനായിരുന്നു അവനത് ചെയ്തതെന്നറിയില്ല. ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞങ്ങൾ സ്നേഹിച്ച അവൻ എൻ്റെ മകളെ. അയാളത് പറഞ്ഞു നിർത്താതെ കരഞ്ഞു. എനിക്ക് അയാളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ ഓരോ വികൃതികളല്ലേ. ഇത് ഞാനും വായിച്ച് കരഞ്ഞ വാർത്തയാണ്. ഇന്നും മനസ്സിൽ മുറിവായി ബാക്കി കിടക്കുന്ന മുഖം. എന്നിട്ട് അവന് ശിക്ഷ കിട്ടിയില്ലേ? ഞാൻ ചോദിച്ചു. ശിക്ഷ? അവനെന്ത് ശിക്ഷ? ശിക്ഷിച്ചത് ഞങ്ങളെയല്ലേ. ജീവശവം പോലെ ജീവിച്ചു തീർക്കുന്നത് ഞങ്ങളല്ലേ. മരിക്കാൻ ഒരുങ്ങിയതാണ് ഒരുപാട് തവണ. പക്ഷേ ഇവളെ ഒറ്റയ്ക്കാക്കി അങ്ങ് ചെന്നാൽ എൻ്റെ കുഞ്ഞ് പിന്നെയും വേദനിക്കുമെന്നോർത്തപ്പോൾ അയാൾ പറഞ്ഞു. ഇതെന്താ ഇവിടെ കുഞ്ഞിനെ തിരയുന്നത്? ഞാൻ വീണ്ടും ചോദിച്ചു. ഈ കാണുന്ന ചവറുകൂനയ്ക്കിടയിൽ എൻ്റെ കുഞ്ഞ് ചലനമറ്റ് കിടക്കുമ്പോൾ അവളെ ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയ ഭാഗ്യം കെട്ട ഞങ്ങൾ പിന്നെ എവിടെയാണ് അവളുടെ ആത്മാവിനെ തേടിപ്പോകേണ്ടത്? മരണവേദന കൊണ്ട് പിടയുമ്പോൾ അവസാനമായി അവൾ അമ്മയെന്ന് വിളിച്ച് കരയുന്ന ആ നിമിഷം നേരിട്ട് കണ്ടില്ലെങ്കിലും എൻ്റെ ചങ്കിന്നും തകർക്കുന്ന ഒന്നാണ്. കീറിപ്പറിച്ച വസ്ത്രങ്ങൾ ഉടുത്ത് ചുണ്ടും ശരീരവും ചോര വാർത്ത അവളുടെ മയ്യത്ത് എൻ്റെ ഭാര്യ കൈകൾ കൊണ്ട് വാരിപ്പുണരുമ്പോൾ ആരും ഉണ്ടായില്ല അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. നാടോടികളായ ഞങ്ങൾക്കും മലയാളിയായ നിങ്ങൾക്കും പിറക്കുന്ന ചോരയ്ക്ക് ഒരേ വിലയാണെന്ന് ആർക്കും തോന്നിക്കാണില്ല. ഒഴുകിയിറങ്ങിയ കണ്ണുകൾ തുടച്ചു അയാൾ തുടർന്നു. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ പലരും ഞങ്ങളെ ഓർത്ത് സഹതപിച്ചു. അല്ലെങ്കിലും ആര് സഹതപിച്ചാലും നെഞ്ചുപൊട്ടുന്നത് ഞങ്ങളുടേതല്ലേ. ഇവൾ ഇവിടെ വരുമ്പോൾ ഈ ചിതൽപുറ്റുകളോട് എന്തൊക്കെയോ കുറേ പറയും. മഴ പെയ്ത് അത് തകർന്നൊഴുകി പോകുമ്പോൾ കുറേ കരയും. പിന്നെ ബോധം കെട്ടുറങ്ങും. പിന്നെ ഉണരുമ്പോൾ മകളുടെ പഴയ കുപ്പായങ്ങളെ മുഖത്തോട് ചേർത്ത് കുറേ ചുംബിക്കും. അയാൾ അത് പറഞ്ഞ് തീരും മുന്നേ ശക്തമായ മഴ ആ ചിതൽപുറ്റുകളെ നനച്ചു പെയ്തു. അഴുകി ഒഴുകി നീങ്ങുന്ന ആ മൺതരികളെ വാരി അതിൽ ചുംബിച്ച് അവൾ ചോദിച്ചു. മോള് പോവാണോ ഈ അമ്മയെ തനിച്ചാക്കി? കണ്ണുനീർ തരി പോലും ബാക്കിയില്ലാതിരുന്നിട്ടും അവരുടെ തകർന്ന നെഞ്ചിൻ്റെ സ്പന്ദനം കേട്ട് മറുപടിയില്ലാതെ ഞാൻ അതെല്ലാം നോക്കി നിന്നു. ഇനി ആർക്കും ഈ ഗതി കൊടുക്കല്ലേ എന്ന പ്രാർത്ഥനയോടെ വഴിയെ പോയ ആരെയോ നോക്കി ബോധം ഉണർന്നപ്പോൾ ആ അമ്മ വീണ്ടും വിളിച്ചു പറഞ്ഞു. അയ്യോ അരുതേ, അവളെ അയാളുടെ കൂടെ വിടല്ലേ, അവളെ അയാൾ കൊല്ലും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.